ഉണങ്ങിയോ കൊച്ചമ്മേ? ആ ഇന്ന കൊണ്ടുവയ്ക്കേ. ആ അമ്മേ, ആ എന്തായി മോളെ? യമുന സമ്മതിച്ചോ? ഇല്ലമ്മേ. ഇല്ലേ? എന്താ കാരണം? പയ്യന് പഠിപ്പില്ലേ? മാന്യമായ ജോലിയില്ലേ? വേണ്ടാന്ന് പറയാൻ അവൾ എന്ത് കാരണമാ കാണുന്നത്? പയ്യന്റെ കുറ്റമൊന്നുമല്ല. അവൾക്കിപ്പോ വിവാഹം വേണ്ട അത്രേ. അതിനൊരു കാരണം വേണ്ടേ മോളെ? ഇനിയും പഠിക്കണമെന്ന്. ഓഹോ, എത്ര വരെ പഠിക്കണമെന്നാ? ദാ നോക്കു മോളെ, ഇതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. ഈ വിവാഹം നടന്നേ മതിയാവൂ. വിവാഹത്തിന് ശേഷം പഠിക്കോ പഠിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പഠിക്കണം പോലും. വിവാഹം നടത്താതിരിക്കാൻ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ പലതും പറയും. എന്നാ നേരെ ചൊവ്വേ പഠിക്കോ? അതുമില്ല. ചുമ്മാ പുസ്തകം പിടിച്ച് ചിരിച്ചു കളിച്ച് നടക്കും. സമ്മതിച്ചു കൊടുക്കരുത് മോളെ. പക്ഷെ അങ്ങനെ മക്കളുടെ മേലൊരു ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്ന പതിവ് ഞങ്ങളുടെ വീട്ടിലില്ല അമ്മേ. അച്ഛൻ അതിനെതിരാണ്. അപ്പൊ യമിനി ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ അത് വേണ്ടെന്ന് പറയും. അതെ. പക്ഷേ അത് ശരിയാണോ മോളെ? ഇപ്പൊ യമുനയുടെ വിവാഹം നടക്കേണ്ടത് മോളുടെ ആവശ്യമല്ലേ? അവൾ ഇങ്ങനെ കെട്ടുപാടുകളില്ലാതെ നടക്കുന്നത് മോൾക്ക് നല്ലതാണോ? ലോകത്തെല്ലാവരും പെൺകുട്ടികളുടെ ഇഷ്ടം നോക്കിയാണോ കല്യാണം നടത്തുന്നത്? എന്റെ അച്ഛൻ എന്നോട് ചോദിച്ചിട്ടില്ല. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായോ? നോക്കു മോളെ, എങ്ങനെയെങ്കിലും യമുനയുടെ കല്യാണം നടന്നേ പറ്റൂ. ഞാനിനി എന്ത് ചെയ്യാനാ അമ്മേ? അവള് കൊച്ചുകുട്ടിയല്ല, മെച്ചുവേർഡാണ്. സ്വന്തം ഭാവി എന്തെന്ന് തീരുമാനിക്കാൻ ത്രാണിയുള്ളവൾ. നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാനാവില്ല. ഈ ആലോചന വന്നു എന്നറിഞ്ഞ് ഞാൻ കുറെ സന്തോഷിച്ചു. ഇത് നടക്കാൻ വേണ്ടി വഴിപാടുകളും നേർന്നു. ഒക്കെ വെറുതെ ആയല്ലോ മോളെ. ആ പ്രസാദേ, ഞാനാ. ജോലി തിരക്കിലോ മറ്റാണോ? ഇല്ല. എന്താ വിശേഷിച്ച്? വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു വിവാഹാലോചന നമ്മുടെ യമുനയ്ക്ക്. യമുനയ്ക്കോ? അതെ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ അനിയനാ പയ്യൻ. അത് ശരി. പ്രസാദിൻ്റെ അഭിപ്രായം കൂടെ ചോദിക്കാമെന്ന് വെച്ചാൽ വിളിച്ചത്. അഭിപ്രായം ഞാനല്ലോ പറയേണ്ടത്. മകളുടെ വിവാഹകാര്യം അച്ഛനാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയല്ല, പ്രസാദിൻ്റെ അഭിപ്രായത്തിനും ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ കാര്യം അറിയിച്ചതും അഭിപ്രായം ചോദിച്ചതും. നല്ല ബന്ധമാണെന്ന് തോന്നുന്നെങ്കിൽ നിശ്ചയിക്കണം, നടത്തണം. ബന്ധം നല്ലത് തന്നെ, പക്ഷേ യമുനയ്ക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാന്ന് യമുന പറഞ്ഞോ? ഉവ്വ്. അവള് പിന്നെ സുമിത്രയെ പോലെ ഒന്നും മനസ്സിൽ ഒളിക്കില്ലല്ലോ, ഉള്ളത് മുഖത്ത് നോക്കി പറയും. യമുനത് വേണ്ടെന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും? കാരണം അവൾക്ക് ഇനിയും പഠിക്കണം, റിസർച്ച് ചെയ്യണം, PhD എടുക്കണം. നല്ല കാര്യങ്ങളല്ലേ അത്. കൂടുതൽ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ അതിനനുവദിക്കുന്നതാണ് നല്ലത്. യമുന ബ്രില്യൻ്റാ. ആ നിലയ്ക്ക് അവളുടെ വഴി, അവളുടെ ഡെസ്റ്റിനി അവൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ. പക്ഷേ ഇവിടെ ഭാഗ്യലക്ഷ്മിയുടെയും ബാബുവിൻ്റെയൊക്കെ അഭിപ്രായം ഈ അലയൻസ് വേണ്ടെന്ന് വയ്ക്കരുതെന്നാണ്. പിന്നെ പയ്യനെ എനിക്ക് അടുത്തറിയാം, നല്ല ക്യാരക്ടർ, നല്ല തറവാട്ടുകാരുമാണ്. പക്ഷെ വിവാഹം നമ്മുടെ ആരുടെ അല്ലല്ലോ, യമുനയുടേതല്ലേ. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് യമുനയുടെ അഭിപ്രായത്തിലല്ലേ കൊടുക്കേണ്ടത്. ഒന്നും ആരുടെ മേലും കെട്ടിയേൽപ്പിക്കാതിരിക്കുന്ന ഭാവിക്ക് നല്ലത്. വിശേഷിച്ചും മാരേജ് പോലുള്ള പ്രധാനപ്പെട്ട വിഷയത്തിൽ സ്വന്തം ഇഷ്ടം മൂടി വെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വഴങ്ങിയാലുണ്ടാവുന്ന അനുഭവം, അതിൻ്റെ ദുരിതം മൂത്ത മകളുടെ ഉദാഹരണം കൊണ്ട് അറിയാലോ. ഇളയവിളക്കെങ്കിലും അത് ഉണ്ടാവാതിരുന്നാൽ നല്ലത്. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ?
പ്രസാദേ, സുമിത്രയുടെ കാര്യത്തിൽ ഒരു വലിയ തെറ്റ് പറ്റിപ്പോയി എന്നുള്ള തോന്നലൊന്നും ഇപ്പോഴും ഞങ്ങൾക്കില്ല. എന്തായാലും ചാടിക്കറി ഒരു തീരുമാനമൊന്നും എടുക്കുന്നില്ല. എന്നാ ശരി. തൻ്റെ അച്ഛനാ വിളിച്ചത്. യമുനയ്ക്ക് ഒരു പ്രപ്പോസൽ വന്നത്രേ. യമുനയ്ക്ക് ഇഷ്ടമല്ല, പിന്നെന്തിനാ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകുന്നു? മാരേജ് കഴിഞ്ഞ് നിരാശയോടെ കഴിയുന്നതിനേക്കാളും നല്ലതല്ലേ മാരേജ് നടക്കാതിരിക്കുന്നത്, അല്ലേ അമ്മേ? പ്രസാദിന്റെ അഭിപ്രായം അറിയാനായിരിക്കും മോളുടെ അച്ഛൻ വിളിച്ചത്. യമുനയ്ക്ക് ഇഷ്ടമല്ല. അതിന്റെ കൂടെ ഇവൻ ഇങ്ങനെയും കൂടെ പറഞ്ഞാലോ ഒരിക്കലും അത് നടക്കില്ല. അല്ലെങ്കിൽ തന്നെ അത് നടക്കില്ല എന്ന് എനിക്കറിയായിരുന്നു അമ്മേ. എത്ര പെട്ടെന്ന് ആ സന്തോഷം വരികയും പോവുകയും ചെയ്യുന്നത്. എങ്ങനെയാ വിവാഹവും നടന്നിരുന്നെങ്കിൽ ആ കൊച്ചിനെ പറ്റിയുള്ള ആദ്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയേനെ. ഇനി വരുന്നത് പോലെ വരട്ടെ, അല്ലാതെ അമ്മ എന്ത് പറയാനാ? കാരണം അറിയണ്ടേ മാഡത്തിന്? കാരണക്കാരനെ അറിയണ്ടേ? മാഡത്തിൻ്റെ സ്വന്തം ഭർത്താവ്. അദ്ദേഹം ഈ വിവാഹം മുടക്കും. കാരണം യമുന മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന് ആ നല്ല മനുഷ്യന് സഹിക്കാനാവില്ല. ചിരിക്കണമെന്നുണ്ട്. ഒരു സുന്ദരമായ ചിരി ഉള്ളിൽ എവിടെ ഉണ്ട്, പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. അതല്ലേ സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? അല്ല, എൻ്റെ തോന്നല കേട്ടോ. ഓ, ഒരല്പം പുറത്തേക്ക് വന്നു, ഐസ്ബർഗ് പോലെ. ഇനി ചോദിച്ചോട്ടെ, എന്താ സംഗതികൾ? എവിടെ വരെ എത്തി യമുനയുടെ വിവാഹം? അത് നടക്കില്ല. റിയലി? യെസ്, യമുന അതിന് സമ്മതിച്ചില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു യമുന സമ്മതിക്കുന്ന പ്രശ്നമില്ലെന്ന്. യു നോ വൈ? യമുനയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. മനസ്സാക്ഷിയുടെ വാക്ക് കേൾക്കുന്ന പെൺകുട്ടി, അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു ബന്ധത്തിന് ആ വ്യക്തിത്വം വഴങ്ങില്ല സാർ. സത്യമാണ്. ഇല്ലെങ്കിൽ എല്ലാ ഭാഗത്തും സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ മറ്റേത് പെൺകുട്ടിയാണെങ്കിലും കീഴടങ്ങിപ്പോയനെ. യമുന പതറാതെ പിടിച്ചു നിന്നു. തൻ്റെ സ്റ്റഡീസാണ് വിവാഹത്തേക്കാൾ മുഖ്യമെന്ന് അവൾ തുറന്നടിച്ചു. യമുന അങ്ങനെ വളരെവർക്കും ഉള്ള മുതലല്ല സാർ. താൻ എന്തൊക്കെയായി പറയുന്നത്? കണ്ണുള്ളവർക്ക് കാണാനും കാടുള്ളവർക്ക് കേൾക്കാനും ഹൃദയമുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയുന്ന സത്യം. യമുന എത്തേണ്ട കയ്യിലെത്തു സാർ. അതിനിടയിൽ പെണ്ണു കാണൽ പ്രശ്നങ്ങൾ ഒത്തിരി നടക്കും. വ്യർത്ഥമായൊരു വ്യായാമം. മനസ്സല്ലേ സാർ പെണ്ണ്. അതവൾ ഒരാൾക്ക് സിൻസിയറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഉറച്ചിരിക്കും. അഥവാ ഗതികെട്ട് മറ്റൊരുത്തിൻ്റെ കൂടെ പോവേണ്ടി വന്നാലും മനസ്സ് പഴയ കടയിൽ തന്നെ ആയിരിക്കും സാർ. ഭാര്യമാരുടെ മനസ്സ് കിട്ടാതെ ശരീരം മാത്രം സ്വന്തമായിട്ടുള്ള എത്രയോ ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ട്. പൂർ ഹസ്ബൻഡ്സ്. സോറി സാർ, ഞാൻ സാറിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഏതായാലും യമുന ചേച്ചിയെ അനുകരിച്ചില്ലല്ലോ. അതല്ലേ ആലോചനയുടെ കാര്യം വന്നപ്പോൾ തന്നെ ആ വിവരം എന്നോട് വന്ന് പറഞ്ഞത്. മുടക്കാൻ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ മുടക്കട്ടെ എന്ന് കരുതിയിട്ടാവും. ഏതായാലും സാർ അതിനൊന്നും മുതിരേണ്ടി വന്നില്ല. യമുന തന്നെ പ്രശ്നം ഡീൽ ചെയ്തു. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് വിവാഹാലോചനകൾ ഇനിയും വരാം. വരുമ്പോഴല്ലേ അതപ്പോൾ ഡീൽ ചെയ്യാം. ഇപ്പൊ ഈ അലസിപ്പോയ പ്രപ്പോസൽ ഒന്ന് ആഘോഷിക്കണ്ടേ സാർ? ആഘോഷിക്കാലോ. ഊണോ ബിരിയാണിയോ എന്താ വേണ്ടേ? എന്ത് സാർ ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്തോ തറഞ്ഞൂടെ? ഓ അതോ? അത് തന്നെ. അതിനോളം പോകുന്ന അത് മാത്രമല്ലേ ഉള്ളൂ സാർ. അതിന്റെ ലഹരി അതിന് മാത്രമല്ലേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. മദ്യപിക്കാൻ ആദ്യമായിട്ട് ഒരാൾക്ക് ഞാൻ കാശ് കൊടുക്കുന്നത്. പോയി ആഘോഷവാ. അങ്ങനെ
ഒരുമാതിരി വൃത്തിയുടെ പരിപാടി. ഇതെന്തോന്ന് ആഘോഷം? ഞാൻ വിളിച്ചേ സാറ് വേണം. ഏയ് ഞാനില്ല. തനിക്കറിയില്ല ഞാൻ കഴിക്കില്ല എന്ന്. അറിയാലോ, കഴിക്കുന്ന കാണാൻ പാടില്ലെന്നല്ലോ. എടോ ഞാൻ എന്റെ കൂടെ വരുന്നു ആസ് എ വിറ്റ്നസ്, മദ്യപിക്കാത്ത സാക്ഷി. സാറ് വരണം. ആ എന്നാ കേറ്. എത്രയോ ദിവസം ഞാൻ മദ്യപിച്ചിരിക്കുന്നു, പക്ഷേ ഈ ദിവസം യൂണീക്കാ. ഇന്ന് ആദ്യമായി സാർ എനിക്ക് മദ്യം വാങ്ങിച്ചെന്ന ദിവസം മറക്കില്ല സാർ ഞാൻ ഈ ദിവസം. ഞാനും മറക്കില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ് ഒരാൾക്ക് മദ്യം വാങ്ങിക്കൊടുക്കുക. സാർ ഇതിനു വേണ്ടി മുടക്കിയ പണമല്ല സാർ പ്രധാനം, മനസ്സാ. പണം എത്രയോ ഇടയിലുണ്ട്, പക്ഷെ മനസ്സ് ഇവിടെ. അത് പ്രണാമം സാർ. താൻ ഫിറ്റാന്ന് തോന്നുന്നു. ഏയ് 2 പേര് കഴിച്ച്. ഒരു ഗ്ലാസ് ഒഴിക്കട്ടെ സാർ? നോ വിശാൽ, അറിയാലോ എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. അറിയാം, പക്ഷെ സാറിന്റെ കാശ് കൊടുത്ത് വാങ്ങിയ മദ്യം സാറിന്റെ തൊട്ടു മുമ്പ് ഇരുന്ന് സാറിന്റെ യാതൊരു പങ്കാളിത്തവും കൂടാതെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അതിന്റെ ദുഃഖം അറിയില്ല. ശിവ കൺസ്ട്രക്ഷനിലെ എഞ്ചിനീയർ പ്രസാദും എൻകേരളയിൽ ജോലി ഉണ്ടായിരുന്ന വിശാലും ഇവരെന്തിനാ സാർ കണ്ടുമുട്ടിയേ? ദൈവം എന്തിനാ സാർ ഇവരെ രണ്ടുപേരും തമ്മിൽ അടുപ്പിച്ചേ? 2 ദുഃഖങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു വലിയ ആശ്വാസത്തിലെത്താൻ, 2 നന്മകൾ ചേർന്ന് ഒരു വലിയ നന്മ ഉണ്ടാവാൻ. അതുണ്ടായി കഴിഞ്ഞു സാർ. ഇതാ നന്മയുടെ സിമ്പലാ. ഒരു പെഗ് ഒഴിക്കട്ടെ സാർ? വേണ്ട വിശാൽ, അത് പറഞ്ഞാ പറ്റില്ല സാർ. ഒരു പെഗ് കഴിക്കണം എൻ്റെ ഒരു സന്തോഷത്തിന്. ഇപ്പൊ വേണ്ട. ദാറ്റ് മീൻസ് പിന്നീട് ആവാന്ന്. ഓക്കെ അല്ല ഓക്കെ അതെ. ആ പ്രപ്പോസൽ വേണ്ടാന്ന് വെച്ചു അല്ലേ ദേവേട്ട? അതെ, ആ അരവിന്ദാക്ഷൻ സാറിന് വലിയ താല്പര്യമായിരുന്നു. ഇത് നടക്കാത്തതിൽ വലിയ നിരാശയിലെ സാറിപ്പോൾ. ഇന്നും എന്നെ കണ്ടപ്പം പറഞ്ഞു. അല്ല, താനിതെങ്ങനെ അറിഞ്ഞു? പ്രസാദേട്ടന്റെ അമ്മയാ പറഞ്ഞേ യമുന സമ്മതിച്ചില്ലെന്ന്. ആ കുട്ടിക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ടെന്ന്. കാരണം ഇനിയും പഠിക്കണം, ഗവേഷണം ചെയ്യണം, PhD എടുക്കണം എന്നൊക്കെ. അത് ശരി, ഈ പറഞ്ഞതിനൊക്കെ മാരേജ് തടസ്സമാണ്. യമുന പറയുന്നതിലും കാര്യമില്ലാതില്ല. പക്ഷെ പറയുന്നത് സിൻസിയറായിട്ടായിരിക്കണമെന്ന് മാത്രം. അതെന്താ ദേവേട്ട? പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയല്ലേ യമുന? താല്പര്യമൊക്കെ ഉണ്ട്, ബ്രില്യൻറ്റുമാണ്. പക്ഷെ ഇപ്പോഴത്തെ താല്പര്യം പഠിത്തത്തിലൊന്നും അല്ലല്ലോ. ശ്യാമേ, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്താ ദേവേട്ട? ഈ ഗവേഷണവും PhD ഒക്കെ പറയ്. PhD ഒക്കെ വെറുതെ ഒരു കാരണം ഉണ്ടാക്കിയതല്ലേ ഈ കല്യാണ ആലോചനയിൽ നിന്ന് ഒഴിയാൻ? മറ്റൊരാളുടെ തലച്ചോറ് ഇതിന് പുറകിലില്ലേ? പ്രസാദേട്ടനാണോ? വേറെ ആരെ? സത്യം പറയട്ടെ ദേവേട്ട, പ്രസാദേട്ടന്റെ അമ്മ ഇത് എന്നോട് പറഞ്ഞപ്പോ എനിക്കും ആദ്യം തോന്നിയത് ദേവേട്ടന്റെ സംശയം തന്നെയാ. നമ്മൾ ആരും അറിയാതെ അവർ തമ്മിൽ കാണുന്നുണ്ടാവില്ലേ? ഉണ്ടാവും. ഈ ആലോചനയുടെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടും ഉണ്ടാവും. ഈശ്വര, അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളെങ്കിൽ വളരെ സീരിയസ് ആയ ലെവലിലേക്കാണ് കാര്യങ്ങളുടെ നീക്കം. അല്ലെങ്കിൽ അരവിന്ദാക്ഷൻ സാറിനെ അറിയാവുന്ന യമുന അദ്ദേഹം കൊണ്ടുവന്നൊരു പ്രപ്പോസല് മുഖവിലേക്ക് തള്ളുകയില്ല. ഇത് പ്രസാദിന്റെ ബുദ്ധിയാണ്. ദേവേട്ട, സുമിത്രയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഒന്നും അറിയാതെ ആ പാവം
നമ്മൾ എന്ത് ചെയ്യാനാ ശമേ? വരൂ ചേച്ചി. എന്തായി സുബ്ദരാമേ, സുമിത്രയുടെ അനിയത്തിയുടെ കല്യാണ കാര്യം? അത് നടക്കില്ല. ഏ, നടക്കില്ലേ? യമുനയ്ക്കിപ്പൊ കല്യാണം വേണ്ടെന്ന്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാ ചോദിച്ചത്. എന്താ ആ കൊച്ചിനിപ്പോ കല്യാണം വേണ്ടാത്തെ? ഇനിയും പഠിക്കണം അത്രേ. പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് മതിയെന്ന്. ആ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചു, തൊണ്ട തൊടാതെ വിഴുങ്ങി. എന്റെ സുബ്ദരാമേ, നിങ്ങൾ ഇത്ര മണ്ടിയായി പോയല്ലോ. പെമ്പിള്ളേരുടെ മനസ്സിലിരിപ്പ് നമ്മൾ പെണ്ണുങ്ങളല്ല അറിയേണ്ടത്. ഇത് പഠിത്തവും ജോലിയൊന്നും അല്ല, കാര്യം മറ്റേ തന്നെയാ, പ്രേമം. എന്റെ സുബ്ദരാമേ, ഒരാൾക്ക് ഒരാളോട് അടുപ്പം തോന്നിപ്പോയാ പിന്നെ അവനെ കണ്ടിട്ട് വേറൊരുത്തിനെ കെട്ടോ? പ്രസാദ് ആ യമുന കൊച്ചുമായിട്ട് പ്രേമത്തിലല്ലേ? അപ്പൊ എങ്ങനെയാ വേറൊരുത്തിന്റെ കൂടെ പോവാൻ നോക്കുന്നേ? നല്ല കഥയായിപ്പോയി. നിങ്ങൾ അമ്മായിമ്മ മരോളും കൂടി കണ്ണു കെട്ടി കളിച്ചോ. അവസാനം സംഗതി പിടികിട്ടാതെ വരുമ്പോ അന്തം വിട്ടിരിക്കേണ്ടി വരും. അല്ല ചേച്ചി, യമുനയ്ക്ക് ഇഷ്ടമാണെങ്കിലും യമുനെ പയ്യന് ഇഷ്ടപ്പെടാതെ കല്യാണം നടക്കില്ലല്ലോ. പയ്യനൊക്കെ ഇഷ്ടായിരുന്നു എന്നാ ദേവൻ പറഞ്ഞത്. അവന്റെ കോളേജിലെ ഒരു സാറിന്റെ ബന്ധു ആ പയ്യൻ. നല്ല കുടുംബക്കാർ, നല്ല ജോലി. ഓരോ അവളുമാര് തലതിരിഞ്ഞു പോയ എങ്ങനെയാ കല്യാണം നടക്കുക? അവളിത് എന്തിനുള്ള പുറപ്പാടാ സുബ്ദരാമേ? എന്നോട് ഒന്നും ചോദിക്കണ്ട ചേച്ചി, എനിക്കൊന്നും അറിയില്ല. സുബ്ദരാമയ്ക്ക് എല്ലാം അറിയാം, പക്ഷേ ഒന്നും അറിയില്ലെന്ന് നടിച്ചിരിക്കുക. ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ ആ യന്ത്രങ്ങളുടെ മുഖത്തിട്ട് ആട്ടിയനെ. വേറെ ആരെയും കണ്ടില്ല അവൾക്ക് പ്രേമിക്കാൻ. ചേച്ചിയുടെ ഭർത്താവിനെ കണ്ടുള്ളൂ. അല്ല, അവളെയും കുറ്റം പറയണ്ട, ഒക്കെ സുമിത്രയുടെ പിടിപ്പുകേടാ. അതിന് തന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഇവള് ഇവിടെ കയറി അങ്ങനെ വിലസില്ലായിരുന്നു സുബ്ദരാമേ. ആ കൊച്ചോ പാവായി പോയി. നിങ്ങൾ കൂടി ഇങ്ങനെ ബൊമ്മയെ പോലെ ഇരുന്ന സംഗതി വഷളാവേ ഉള്ളൂ. അതുകൊണ്ട് അവളോട് പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു നോക്ക്, കേട്ടോ?